അങ്ങനെ നമ്മുടെ ഓണക്കാലമായി. ഇനി 10 ദിവസം പൂക്കളത്തിന്റെ കളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചിത്തിരിയാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ അത് കിച്ചണിലെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞു കേട്ടോ. തേജപ്പന് ക്ലാസ് ഉണ്ട്. കിച്ചണിലെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാനത് ഉമ്മറഭാഗം വന്ന് തുടച്ചിട്ട് പൂവിടണമല്ലോ. അപ്പോൾ അതിനിത് ഇന്നലെ ഇട്ട പൂ, അത്തത്തിന് ഇട്ട പൂവൊക്കെ ഇതേ പറിച്ച് കളഞ്ഞിട്ട് ചാണകം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള ചാണകം അതും കൂടെ തന്നെ മെഴുകി എടുക്കട്ടോ ചെയ്തത്. പിന്നെ വേഗം ചെന്ന് കുളിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തേജപ്പനെ എനിക്ക് വരേണ്ടിട്ടാ. ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ തേജു അമ്മ പൂവിടാൻ പോവാട്ടാന്ന് പറഞ്ഞോളൂ. ചാടി എനിക്ക് വരും കേട്ടോ. അല്ലെങ്കിൽ അവനെ പിന്നാലെ നടന്ന് വിളിച്ചാൽ അവ എനിക്ക് വരുള്ളൂ. പൂവിടുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, ആളവിടെ നിന്ന് എനിക്ക് വരും. പിന്നെ ഞാൻ വേഗം വിളക്ക് കൊളുത്തി കേട്ടോ. അവനാണെങ്കിൽ എൻ്റെ പൂവിടാന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പൂവും കാര്യങ്ങളും നമ്മൾ പൂ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവത് എനിക്ക് കുറച്ച് നേരം പൂവൊക്കെ റെഡിയാക്കി ആയിരിക്കും കേട്ടോ. പിന്നെ വിൻഷേട്ടൻ എനിക്ക് വന്നിട്ടാണ് അവനെ കുളിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പൂവില്ലേ, നമ്മുടെ എന്താ കാശിത്തുമ്പല്ലേ, അതൊക്കെ ഇതേ ഞങ്ങൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. വൈറ്റും പിങ്കും പിന്നെ മിക്സ് ആയിട്ട് 2 കളറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അവതെ ഇതൊക്കെ അവൻ ചെയ്തു തരും കേട്ടോ. എല്ലാം പൊട്ടിച്ച് കൊടുന്ന് നന്നാക്കി എനിക്ക് വെച്ച് തരാറുണ്ട്. പിന്നെ വിൻഷേട്ടൻ എനിക്ക് വന്നാൽ അവൻ കുളിക്കാൻ പോകട്ടോ. കുളിച്ച് വന്നിട്ടാണ് എൻ്റെ കൂടെ ഇടാൻ കൂടുക കേട്ടോ. അപ്പം ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിൻഷേട്ടൻ എനിട്ടിട്ട് അവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവന് അവിടെ ഇട്ടേ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. ലാസ്റ്റ് വിൻഷേട്ടൻ കുളിച്ചിട്ട് കളം തൊട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടാ. പിന്നെ ഞാൻ എൻ്റെ പൂവിടലേക്ക് അങ്ങനെ ഡിസൈനോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം തോന്നണ പോലെ ഇടുക ചെയ്യുക. പിന്നെ തേജപ്പം എനിക്ക് വന്നു. തേജപ്പം കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇത് ഇട്ട് തുടങ്ങി. ഏകദേശം അവൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഇടാനായിട്ട് ഞാൻ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ ഇട്ട് കഴിഞ്ഞ് കണ്ടപ്പോൾ അവന് ഇഷ്ടമായില്ല, വിഷമായി. കാരണം അവന് ഇടാൻ പറ്റിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു മോഹാത്സ്യാണ് മുഖത്ത് കണ്ടത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കൈയും കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ ട്രൈപോഡ് വെച്ചെടുക്കാൻ ചെറിയൊരു മടിയുള്ള കാരണം വിൻഷേട്ടനെ കണ്ടപ്പോൾ വിൻഷേട്ടനെ മസ്ക് ഇട്ടിട്ട് വിൻഷേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കട്ടാ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ പൂക്കളം. ചിത്തിരാട്ടാ. ചിത്തിര ദിവസത്തെ പൂക്കളായിരുന്നു കേട്ടൊന്ന്. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളോ. പിന്നെ നമ്മുടെ തേജപ്പന് ചായ കൊടുക്കാൻ നോക്കുകയാണ്. ഗോതമ്പ് ദോശയും സാമ്പാറും തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് വേഗം അവന് ചായ കൊടുത്തു. പിന്നെ അവൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ കഴിപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് അത്ര നേരം ഗ്യാപ്പ് കിട്ടിയോണ്ട് അവന് ഞാൻ തന്നെയായിട്ട് വാരി കൊടുത്തത്. പിന്നെ എല്ലാം കഴിഞ്ഞത് അവൻ്റെ ക്രീമും പൗഡറും യൂണിഫോമൊക്കെ ഇടിച്ചിട്ട് അവന് സ്കൂളിൽ പറഞ്ഞയക്കാനായിട്ടാണ് നോക്കണത്. അങ്ങനെ അപ്പോൾ പുതിയ വാച്ചൊക്കെ വാങ്ങിയിട്ടോ കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് വാച്ചൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. പിന്നെ അവതെ കുറിയൊക്കെ എടുത്ത് കൊടുന്നു. അവന് കുറി തൊട്ട് കൊടുത്തു, ഞാനും കുറി തൊട്ടു കേട്ടോ. ഇനിയിപ്പോൾ സെലിബ്രേഷനൊക്കെ ആവാറായിട്ട് തേജുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അവനെ മുണ്ടൊക്കെ എടുത്തിട്ട് പോകണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. പിന്നെ അവൻ്റെ എക്സാം കുറേ പേര് ചോദിച്ചു. എക്സാം അവന് വെക്കേഷൻ കഴിഞ്ഞിട്ടാട്ടോ തുടങ്ങുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം ഓണ സെലിബ്രേഷൻ നല്ല കളറായിട്ട് പോകണം എന്നൊക്കെ കുട്ടി ഇപ്പം തന്നെ പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് മുണ്ടെടുക്കണം എന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ആവട്ടെ, അവൻ ഇഷ്ടമുള്ള പോലെ പോട്ടെ. അങ്ങനെ അവൻ വണ്ടിയിൽ കയറി അവൻ സ്കൂളിലേക്ക് പോയിട്ടാവും. എനിക്കാണെങ്കിൽ ചോറാണെങ്കിലും എന്താണെങ്കിലും കൂട്ടാൻ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കും. ചോറിനേക്കാളും അതുപോലെ തന്നെ പലഹാരത്തിനേക്കാളും കൂടുതൽ ഞാൻ കൂട്ടാനായിട്ട് എടുക്കുക. അതാണ് ഈ സാമ്പാർ പുഴ പോലെ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.